സർ, എന്താ? എന്റെ അമ്മ ഇവിടെ ഉണ്ട്. സരസ്വതി എന്ന പേര്. എനിക്ക് അമ്മയൊന്ന് കാണണം. ഓ, സരസ്വതി. ആ സ്ത്രീ ഒരു ഭയങ്കര ക്രിമിനൽ തന്നെ. എത്ര പേരുടെ ജീവനെ അവര് അപകടത്തിലാക്കിയത്. വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടും. അവരുടെ കാറ്ററിംഗ് സർവീസ് ഇനി ഉണ്ടാവില്ല. പൂട്ടി സീൽ വെക്കും ഞങ്ങള്. എന്റെ അമ്മ ക്രിമിനൽ അല്ല, നിരപരാധിയാ. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു. ഇതാണോ നിങ്ങളുടെ നീതി? നാവടക്ക്. കൂടുതൽ സംസാരിച്ചാലേ തന്നെയും പിടിച്ച് ലോക്കപ്പിലിടും. നടന്നത് തന്നെ. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട്, അത് മറക്കണ്ട. കൂടുതൽ സംസാരിക്കാതെ പോകുന്നതാ തനിക്ക് നല്ലത്. ഞാൻ എന്റെ അമ്മയെ കാണാനാ വന്നത്. കണ്ടിട്ടേ പോവൂ. കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാണാൻ പറ്റില്ല, അത്ര തന്നെ. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അവള് കാണട്ടെ, കണ്ട് കണ്ണീരൊലിപ്പിക്കട്ടെ. കാണാം. എന്നിട്ട് അമ്മയുടെ കൈയും പിടിച്ച് പോകാന്ന് കരുതണ്ട. ജാമ്യം കിട്ടില്ല. ഏത് വക്കീലുമായിട്ട് വന്നാലും നിന്റെ അമ്മയ്ക്ക് ജാമ്യം കിട്ടില്ല. അതൊക്കെ പിന്നീട് നോക്കാം. ഇപ്പൊ എനിക്ക് എന്റെ അമ്മയെ കാണണം. ചെന്ന് കാണ്, ലോക്കപ്പിലുണ്ട്. അമ്മ, അമ്മയില്ലാത്ത സങ്കടം എന്റെ മോൾക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മയെ കിട്ടി, അപ്പൊ കരയാനാ വിധി. അമ്മ വിഷമിക്കണ്ട മോളെ. അറിഞ്ഞോണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഈശ്വരൻ അതിനിട വരുത്തില്ല. ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ട് അമ്മ കാറ്ററിംഗ് സർവീസ് തുടങ്ങിയത്. എന്നെ ചതിക്കാനായിട്ട് ആരോ ചെയ്തതാ ഇത്. ഞാൻ കാരണോ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഹേയ്, അങ്ങനെയൊന്നും പറയാതെ മോളെ. എല്ലാം നേരെയാവും. എന്റെ മോളെ വിഷമിക്കാതെ. അമ്മയെ പുറത്തിറക്കണോ എനിക്ക്? അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കുറ്റം ഞാൻ ഏറ്റെടുക്കാം. ഇതൊക്കെ ഞാൻ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പോലീസിനോട് പറയാം. എന്നെ ജയിലിലടക്കട്ടെ. മണ്ടത്തരം പറയാതെ കീർത്തി. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല. നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം. അപമാനിക്കപ്പെട്ടില്ലേ നീ? അതിഥികൾക്കൊന്നും അരുതാത്തത് സംഭവിക്കല്ലേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. കലാവതിയുടെ കാര്യം ഓർക്കുമ്പോ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. അനുപമ ടീച്ചർ പക തീർക്കുമായിരുന്നു. ഒരവസരം കിട്ടിയപ്പോ എനിക്കെതിരെ തിരിഞ്ഞു. ഇന്ന് രാത്രി ഞാനിവിടെ കിടക്കേണ്ടി വരും. നാളെ ഇവർ കോടതിയിൽ ഹാജരാക്കും. അനുപമയെ പരിചയമുണ്ട് SIക്ക്. അവരെന്നോട് കരുണ കാണിക്കാനൊന്നും പോകുന്നില്ല. സ്റ്റേഷൻ ജാമ്യം തരില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇവിടെ കിടക്കുമ്പോ എങ്ങനെ മനസ്സമാധാനത്തോടെ ഞാൻ പുറത്ത് കഴിയും? അമ്മയെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മോൾ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഈ രാത്രിക്ക് മുമ്പ് തന്നെ എനിക്ക് അമ്മയെ പുറത്തിറക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരും ആ കുടുംബത്തിലുണ്ടമ്മ. കലാവതി എന്റെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല മനസ്സ് അവരുടേത്. അവര് പറഞ്ഞ പരാതി പിൻവലിക്കും. അമ്മയെ പുറത്തിറക്കാനും കഴിയും. എനിക്ക് തോന്നുന്നില്ല മോളെ. മോൾ അവരുടെ കാല് പിടിക്കാനൊന്നും പോവേണ്ടതില്ല. കാല് പിടിക്കാനല്ല പോകുന്നത്, നമ്മുടെ നിരപരാധിത്വം പറയാനാ. അവര് മനസ്സലിവ് കാണിക്കാതിരിക്കില്ല അമ്മ. ഞാൻ പോയിട്ട് വരാം. ഇനി ഞാൻ വരുന്നത് അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും.
അമ്മയെ ഹോസ്പിറ്റലിൽ മാറ്റണം. ഡോക്ടറുമായിട്ട് സംസാരിക്കണം. എന്തിനു? കലാവതിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ മയക്കത്തിലാണല്ലോ, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ എടുക്കോ? ഡാ, നേരത്തെ എഴുന്നേറ്റിരുന്നു. വൊമിറ്റ് ചെയ്തപ്പോൾ മെഡിസിൻ കൊടുത്തു. അതിനുശേഷം എന്നോട് സംസാരിച്ചിരുന്നു. ക്ഷീണം തോന്നിയപ്പോൾ ഒന്ന് മയങ്ങിയതാ. മനുഷ്യൻ ഉറങ്ങാനും പാടില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛന്റെ മുഖത്തുനിന്ന് ചിരി പോയിട്ടില്ല. നിന്റെ ഏട്ടനല്ല ഞാൻ. എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ പാവം സരസ്വതി അറസ്റ്റ് ചെയ്തിൽ മാത്രമാ സങ്കടം. അമ്മയോടൊക്കെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. അമ്മ എന്ത് പറഞ്ഞു? ഇപ്പം എന്തു പറയാൻ? നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കണ്ട. ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. എന്തായാലും അതിലൊക്കെ കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യമെന്ന് കരുതിയാ മതി. അമ്മേ, അയ്യോ അമ്മേ, എന്ത് കിടപ്പായത്? ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താ ഇങ്ങനെ? കുഴപ്പമൊന്നുമില്ല, മയങ്ങുക. അഞ്ജലി കരയാതെ. ഏട്ടാ, എങ്ങനെയുണ്ട് ഏട്ടത്തിക്കിപ്പോ? മലയാളത്തിലാ ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലെന്ന്. ഇനി നിന്നോടത് ഇംഗ്ലീഷിൽ പറയണോ? എന്നാലും അമ്മയുടെ കിടപ്പ് കാണുമ്പോ സഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടവരുത്തിയവളുടെ തലയിൽ ഇടുത്തി വീഴട്ടെ. അമ്മേ, എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ല മക്കളെ. കണ്ടോ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നല്ല ക്ഷീണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും. വേറെ കുഴപ്പമൊന്നുമില്ല. ഛർദിയൊക്കെ വന്നു. കരയാതെ മോളെ. ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് അത് നശിപ്പിച്ചു. അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. ആർക്കും ഒരു കുഴപ്പമില്ല കലാവതി. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്തൊരു നശിച്ച ദിവസം ഇന്ന്. ദേ, വീണ്ടും കരയാൻ തുടങ്ങി. കൂടുതൽ സംസാരിച്ച് കലാവതിയെ വിഷമിപ്പിക്കണ്ട. എല്ലാരും അവളെ കണ്ടല്ലോ. ഇനി വീട്ടിലേക്ക് ചെല്ല്. ഇവിടെ ഞാൻ മതി. ചെല്ല്. അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. മക്കള് ചെല്ലേ. അമ്മയ്ക്കൊന്നുമില്ല. അച്ഛാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഒരാവശ്യവും ഇല്ല. നിന്നോടിനി പ്രത്യേകം പറയണോ? ഏട്ടത്തിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയാനുള്ളതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ അവളെ ബുദ്ധിമുട്ടിക്കരുത്. ചെല്ല്. പോകാൻ അനുഭവം ചേച്ചി. അമ്മ, ഞങ്ങള് പിന്നെ വരാം. ഇവിടെ സ്ഥിരതാമസമാക്കാൻ വന്നതൊന്നുമല്ല, പിന്നെ വരാനായിട്ട്. അനുപമ, എന്താ ഏട്ടത്തി? വീട്ടിൽ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. നടക്കാൻ പാടില്ലാത്തത് അവിടെ നടന്നത്. സരസ്വതിയും കീർത്തിയും ചതിക്കണമെന്ന് കരുതി ഇങ്ങനെ ചെയ്യില്ല. നല്ലവരാണവര്, പാവങ്ങളാ. നീയാണ് പോലീസിൽ അറിയിച്ചത്. സരസ്വതി ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണെന്ന് ഞാൻ അറിഞ്ഞു. കുടുംബത്തിന് പരാതിയില്ലെന്ന് പോലീസിനോട് പറയണം. പരാതി പിൻവലിച്ച് സരസ്വതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണം. നിന്റെ ഒരു ഫോൺ കോൾ മതി അവരെ വിടാൻ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല അനുപമ. ഏട്ടത്തി വിഷമിക്കണ്ട. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോലീസിനെ വിളിച്ച് പരാതിയില്ലെന്ന് പറയാം. പെട്ടെന്ന് തന്നെ സരസ്വതി ചേച്ചിയെ പുറത്തിറക്കാം. കണ്ടോ രവിയേട്ടാ, ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും. അല്പ ആശ്വാസമായി. എന്തിനാ അമ്മയോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്നാണോ താൻ കരുതിയത്?
ഏട്ടത്തെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞു. സരസ്വതി ചേച്ചി ജയിലിൽ പോവും. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കീർത്തിയെയും കുടുംബത്തിനെയും ഞാൻ അനുവദിക്കില്ല. ഞാനങ്ങ് പേടിച്ചു പോയി.